പഹൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ ഉലച്ചിൽ. ഇത് പരിഹരിക്കാനായിട്ട് റഷ്യ ഇടപെടണമെന്ന് ചൈനയുടെ ഒരു പ്രഷർ ഉണ്ടായി. അത് പാകിസ്ഥാന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പോൾ പുടിൻ പറയുന്നു ഈ പഹൽഗാം ആക്രമണത്തിൽ നിരപരാധികളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പമായിരിക്കും ഞങ്ങൾ നിലകൊള്ളുക. അപ്പോൾ റഷ്യയുടെ നിലപാട് വളരെ കൃത്യവും വ്യക്തവുമല്ലേ? വളരെ കൃത്യമായിട്ട് ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ് പുടിൻ ചെയ്തിരിക്കുന്നത്. ഈ ആധുനിക കാലത്തെ യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒറ്റപ്പെടുത്തുക ശത്രുവിനെ എന്നതാണ് ആദ്യത്തെ അതിൻ്റെ തന്ത്രം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധികൾ, ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി, അതുപോലെ പ്രതിരോധ മന്ത്രി, ഇവരെല്ലാം വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുകയും അവരുടെ അഭിപ്രായം നമുക്ക് അനുകൂലമായിട്ട് പാകപ്പെടുത്തിയെടുക്കുകയും ചെയ്തു. ഏതാണ്ട് എല്ലാ രാഷ്ട്രങ്ങളും തന്നെ ഈ വിഷയത്തിൽ ഇന്ത്യക്കൊപ്പമാണ്. അപ്പോൾ പഹൽഗാമിൽ നടന്ന ആ കൂട്ടക്കുരുതി എന്ന് പറയുന്നത് നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരുടെ കൂട്ടക്കുരുതിയാണ്. അതിനെ അനുകൂലിക്കാനായിട്ട് ലോകത്ത് ഒറ്റ ശക്തിയും ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന കരങ്ങൾ അത് ഇല്ലാതാക്കണം, അല്ലെങ്കിൽ അവരെ കശാപ്പ് ചെയ്യണം. അതോടൊപ്പം തന്നെ അവരെ സഹായിച്ച ഹസ്തങ്ങളെയും ഇല്ലായ്മ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ആർക്കും വിട്ടുവീഴ്ചയില്ല. മാത്രമല്ല, ലോകം പൊതുവെ ഭീകരവാദത്തിനെതിരാണ്. ഇപ്പോൾ പുടിൻ്റെ ഈ അഭിപ്രായം വരുന്നതോടുകൂടി റഷ്യ സമ്പൂർണ്ണമായിട്ട് ഇന്ത്യയെ സഹായിക്കുന്നു, ഭാരതത്തിനൊപ്പമാണ് റഷ്യ എന്ന് വ്യക്തമാക്കുന്നതാണ് ആ പ്രസ്താവന. അതിലൊരു മാറ്റവുമില്ല. കാരണം എന്ന് വെച്ചാൽ പാകിസ്ഥാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ വിഷയം പരിഹരിക്കാനായിട്ട് ചൈനയും റഷ്യയും ഇടപെടണം എന്ന് പറഞ്ഞതിൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഇടപെടണം എന്നായിരുന്നു അത്. അവർക്ക് വേണ്ടി ഇടപെടാൻ തയ്യാറില്ല എന്ന് രണ്ടുപേരും യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റഷ്യ വളരെ വ്യക്തമായിട്ട് അത് ലോകത്തിൻ്റെ മുന്നിൽ പറയുകയും ഇന്ത്യയെ ആ സന്ദേശം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പുടിൻ കുറച്ചും കൂടി മെച്ചപ്പെട്ട നിലക്ക് ഇന്ത്യയുമായിട്ട് ബന്ധം സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നേരത്തെ എങ്ങനെയായിരുന്നു? കാരണം വെച്ചാൽ നമ്മൾ അദ്ദേഹത്തെ സഹായിച്ചു. എപ്പോഴാണ് ഉക്രൈൻ, അതേപോലെ തന്നെ റഷ്യ ആക്രമണം നടക്കുന്ന സമയത്ത് റഷ്യയുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ആരും വാങ്ങരുതെന്ന് പറഞ്ഞ് യൂറോപ്യൻ യൂണിയൻ ഒരു നിരോധനം കൊണ്ടുവന്നു, ഓർമ്മയില്ലേ? ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അത് മുഴുവൻ വാങ്ങിച്ച് അവരെ നന്നായിട്ട് സഹായിച്ച ഒരു രാജ്യമാണ്. മാത്രമല്ല, ഈ യൂറോപ്യൻ രാജ്യങ്ങളിലാണ് അതിനോട് അമേരിക്കയ്ക്ക് കൂടെ നിന്നേ. പക്ഷേ നമ്മൾ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ മേടിച്ചിട്ട് ആ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തന്നെ മറിച്ചു വിറ്റു. അതെ, നമ്മളതിനകത്ത് നന്നായിട്ട് ലാഭം കൊയ്തെടുത്ത ഒരു സംഭവമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. മാത്രമല്ല, നമ്മളൊരു ഡോളറൊന്നും വേണ്ട. പുടിൻ പറഞ്ഞ ഇന്ത്യൻ നിങ്ങൾക്ക് എന്ത് വേണേലും തരാം എന്ന് പറഞ്ഞാൽ അങ്ങനെ അദ്ദേഹം യൂറോപ്യൻ യൂണിയൻ്റെ ഈ പ്രതിരോധത്തെയും ഉപരോധത്തെയും തകർത്ത് തരിപ്പണമാക്കിയാണ് ചെയ്തത്. അപ്പം അന്ന് വലിയ സഹായമാണ് ഇന്ത്യ റഷ്യക്ക് നൽകിയത്. ആ സഹായം ഏത് സമയത്തും ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് കിട്ടും എന്ന ഉറപ്പുകൂടിയാണ് പുടിൻ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ല, അതിന് വേറെ കാര്യമുണ്ട്. 1971 ഇന്ത്യ പാക് യുദ്ധ സമയത്ത് അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് 7ാം കപ്പൽപ്പടയുമായിട്ട് ഇന്ത്യക്കെതിരായിട്ട് നിലകൊണ്ടു. അന്ന് നമ്മൾ റഷ്യയുടെ സഹായം ചോദിച്ചപ്പോൾ അവരാണ് നേരിട്ട് യുദ്ധക്കപ്പലുമൊക്കെ ആയിട്ട് വന്ന് അമേരിക്ക തിരിഞ്ഞു പോയി, ബ്രിട്ടൻ തിരിഞ്ഞു. നന്ദി അല്ലേ നമുക്ക്? അല്ല, അന്ന് എന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ. അതെ, സോവിയറ്റ് യൂണിയന്റെ കരുത്ത് ഈ റഷ്യയുടേക്കാൾ വളരെ വലുതായിരുന്നു. 10 മടങ്ങായിരുന്നു. അതുകൊണ്ടാണ് ഈ 7ാം കപ്പൽപ്പടയൊക്കെ ഓടിക്കാനായിട്ടൊന്ന് വളരെ എളുപ്പത്തിൽ കഴിഞ്ഞു. പക്ഷെ അന്നത്തെ തരത്തിലുള്ളതല്ലല്ലോ ഇപ്പോൾ ലോകത്തിന്റെ പൊളിറ്റിക്സ്. ബൈപോളാർ പൊളിറ്റിക്സ് ഇല്ലേ? അതെ, ഇരുധ്രുവ ലോകം എന്ന് പറയുന്നതല്ല, ഏകധ്രുവ ലോകമാണ്. അമേരിക്കയാണ് എല്ലാം തീരുമാനിക്കുന്നത്. അത് ഈ ട്രംപ് ഭ്രാന്ത് കാണിച്ച് അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പൊതുവെ എല്ലാവരും വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും റഷ്യയും ചൈനയും അമേരിക്കയും ഒക്കെ തന്നെയാണ് ലോകത്തെ വൻ ശക്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ അവർ പക്ഷേ പഴയതുപോലെ അല്ല ഇന്ന് ലോകത്തുണ്ടാക്കുന്ന തർക്കങ്ങളിൽ ഇടപെടുന്നത്. ലോകത്ത് പല തർക്കങ്ങളും എക്കാലത്തും ഉണ്ടാവും. ഇന്ന് പഴയതുപോലെ അല്ല ഇവരെല്ലാം ഇടപെടുന്നത്. കാരണം ഇവർക്കൊക്കെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുന്നത് തോക്കിലൂടെ അല്ലെങ്കിൽ വെടിയുണ്ടയിലൂടെ പീരങ്കിയിലൂടെ അല്ല എന്ന് അവർക്കറിയാം. അതൊക്കെ മുഴുവൻ ഒരു കാരണം ബിസിനസ് ലോബിയിങ്ങിലൂടെയാണ് ആ താല്പര്യങ്ങൾ പൂർത്തീകരിക്കുന്നത്. ഇപ്പോൾ ഇസ്രയേലും അതേപോലെ തന്നെ പലസ്തീനും, അല്ലെങ്കിൽ ഇസ്രയേൽ പലസ്തീനെ ശരിപ്പെടുത്തുന്ന സമയത്തൊന്നും ആരും പലസ്തീനെ സഹായിക്കാനുണ്ടായില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അതൊരു ബിസിനസ് ബന്ധങ്ങളാണ്. പഴയകാലത്ത് കുറച്ചും കൂടി ആദർശാത്മകമായിട്ടുള്ള ഇടപെടലുകൾ ശാക്തിക ചേരികളുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അന്ന് ഇന്ത്യയെ റഷ്യ സഹായിച്ചു എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. കാരണം 7ാം കപ്പൽപ്പട എന്ന് പറഞ്ഞാൽ അന്ന് ആർക്കും പ്രതിരോധിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു യുദ്ധസന്നാഹമാണ്. പക്ഷേ അതിനെ അടിച്ചു പിടിക്കാനായിട്ടുള്ള ശേഷി അന്ന്
അന്നത്തെ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സോവിയറ്റ് യൂണിയൻ എന്നും എക്കാലത്തും ഇന്ത്യയുടെ ഒപ്പമായിരുന്നു. ഇന്ത്യയെ സഹായിച്ചിട്ടുള്ള വൻ രാഷ്ട്രങ്ങളിൽ ഒന്ന് തന്നെയാണ് സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ കഴിഞ്ഞതിന് ശേഷം റഷ്യയും അത് തുടരുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നയതന്ത്രപരമായിട്ട് ഇന്ത്യ വലിയ വിജയങ്ങളിലാണ്. ഏത് മേഖലയിലെ കാര്യം പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. എനിക്ക് തോന്നുന്നത് പുടിനൊക്കെ ആയിട്ടുള്ള സംഭാഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് ഈ ദിവസം എന്ന് പറയുന്നത് ഇത് 6-ാം തീയതി അല്ലേ? അതെ അതെ. ഒരു 4 ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നത് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചേക്കാം എന്നാണ്. അതിനുള്ള സൂചനകൾ ഈ രണ്ട് പുടിൻ തന്നെ പറഞ്ഞു. പുടിൻ പറഞ്ഞത് ഈ മാസം 10-ാം തീയതി ഒരു വൻ സംഭവം നടക്കാനുണ്ടാവും എന്ന് ഒരു സൂചനയില്ല. പക്ഷെ അത് ഇതായിരിക്കാം സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം വെച്ചാൽ അവർ തമ്മിലൊക്കെ അങ്ങനെ സംഭാഷണം നടത്തിയിട്ടുണ്ടാവും. അതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള കരുക്കളൊക്കെ നീക്കി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. എന്തായാലും പാകിസ്ഥാനെതിരെ ഇന്ത്യ അതിശക്തമായിട്ട് അടിച്ച് തകർക്കും എന്നുള്ള കാര്യത്തിൽ ലോകരാഷ്ട്രങ്ങൾക്കൊന്നും സംശയമില്ല. അപ്പോൾ കാലാകാലങ്ങളായിട്ട് നമ്മൾ റഷ്യയുമായിട്ട് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനുമായിട്ട് ഈ ആയുധ ഇടപാടുകളിൽ നല്ല ബന്ധമുണ്ട്. എല്ലായ്പ്പോഴും റഷ്യക്ക് നമ്മുടെ ഇന്ന് സഹായം അല്ല നമുക്ക് തിരിച്ചു പോയ സഹായമുണ്ട്. ഇപ്പം യൂറോപ്യൻ യൂണിയൻ വലിയൊരു ഉപരോധം ഏർപ്പെടുത്തിയതാണ് റഷ്യ ശരിക്കും പറഞ്ഞാൽ ഈ എണ്ണ വ്യാപാരത്തിൽ അവരെ തകർത്ത് കളഞ്ഞത്. പക്ഷേ ആ സാമ്പത്തിക സഹായം നമ്മൾ സഹായിച്ചില്ലെങ്കിൽ അവർ വളരെയധികം വിഷമിച്ചു പോയനെ. ചെറിയ കാര്യമല്ല അന്ന് ചെയ്താക്കണം. പക്ഷേ അന്ന് നമ്മൾ ധൈര്യം കാണിച്ചു. നമ്മൾ ഈ അമേരിക്കയുടെയോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യത്തിൻ്റെ ഉപരോധത്തെ ഒന്നും നമ്മൾ നോക്കില്ല. പോയി പണി നോക്ക്, നമ്മൾ പോയി എണ്ണ മേടിക്കും, നമ്മളത് വിൽക്കും. ആദ്യമൊക്കെ നമ്മളത് റിഫൈൻ ചെയ്തിട്ട് വിറ്റു. പിന്നീട് റിഫൈൻ ചെയ്തില്ല, മേടിക്കുന്ന അതേപടി ഇടനിലക്കാരനായിട്ട് നിന്ന് നമ്മൾ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ കൊടുത്തു. അമേരിക്ക പോലും ഞെട്ടിപ്പോയില്ല എന്ന്. അല്ല, അത് നമ്മൾ അങ്ങനെ എനിക്ക് തോന്നുന്നു തുടങ്ങുന്ന സമയത്ത് അങ്ങനെ മറച്ചു വിൽക്കലിനെ കുറിച്ച് ആലോചിച്ചാണില്ല. പക്ഷേ വലിയ സാധ്യത കണ്ടപ്പോൾ മറച്ചു വിറ്റു. നമ്മൾ വലിയ നേട്ടമാണ് ആ കാര്യത്തിൽ ഉണ്ടാക്കിയത്. പിന്നെ ഇന്ത്യയുടെ എപ്പോഴും ഉള്ള നിലപാടെന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നില്ല ഈ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്, ചേരിചേര സംവിധാനം എന്ന് വെച്ചാൽ ചേരികളുണ്ടായിരുന്ന സമയത്ത്, ബൈപ്പോളാർ വേൾഡ് ആയിരുന്ന സമയത്ത് നമ്മളെടുത്ത നിലപാടാതെ ഒരു ചേരിയിലില്ല. ശരിയായിട്ടുള്ള അത് ആരാണോ അവർക്കൊപ്പം നിൽക്കുക എന്നുള്ള സമീപനം ഉണ്ടായിരുന്നുള്ളൂ. എതിർക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എതിർക്കും, അനുകൂലിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ അനുകൂലിക്കും. അങ്ങനെ നമുക്ക് വലിയ അഭിമാനാർഹമായിട്ടുള്ള ഒരു പൊസിഷനാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയ്ക്ക് ഉണ്ടായിരുന്നത്. അന്നുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. ഇന്ന് കുറച്ചും കൂടി ശക്തമാണ്. കാരണം എന്ന് വെച്ചാൽ നേരത്തെ ഇപ്പോൾ ഇന്ദിരാഗാന്ധിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ശരിയാണ്, വളരെ ശക്തമായിട്ടുള്ള ഒരു പൊസിഷനിങ് ഉണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്തുണ്ടായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് വരുന്ന ആ കാലഘട്ടങ്ങളിലാണ് നമ്മൾ ഈ ഗ്ലോബൽ സ്പിയറിൽ അത്ര കാര്യമായിട്ട് തിളങ്ങാതിരുന്ന ഒരു കാലം എന്ന് പറയുന്നത്. പക്ഷേ മോദി വന്നതിന് ശേഷം വീണ്ടും ആ തിളക്കം വീണ്ടും ശക്തിപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 നിലയിൽ ലോകകാര്യങ്ങളിൽ ഇടപെടാനായിട്ട് കഴിയുന്നു. ഒന്ന്, ലോകത്തിൻ്റെ ഏറ്റവും പ്രമുഖമായ മാർക്കറ്റുകളിലൊന്നാണ് ഇന്ത്യയുടെ മാർക്കറ്റ് എന്ന് പറയും. ഈ മാർക്കറ്റിനെ ഒഴിവാക്കിക്കൊണ്ട് ഇന്ന് ലോകത്തിന് നിൽക്കാൻ കഴിയില്ലെന്നാണ്. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗ്ലോബലൈസ്ഡ് സൊസൈറ്റിയിലാണ് എന്ന് പറയുമ്പോഴും ആ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇന്നത്തെ ലോകക്രമത്തിൽ ഉപയോഗിക്കപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മളുടെ രാജ്യത്തിൻ്റെ ഈ കൺസ്യൂമേഴ്സ്, ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാ മൾട്ടിനാഷണൽ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ വാങ്ങി അവരെ നിലനിർത്തുന്ന ഒരു വലിയ സംഘമായി നിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ പിണക്കാൻ അതുകൊണ്ട് പല രാഷ്ട്രങ്ങളും യഥാർത്ഥത്തിൽ തയ്യാറില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ ഒരു സോഴ്സാണ്, വലിയ ശക്തിയാണ് നമ്മളുടെ. അതോടൊപ്പം തന്നെയാണ് നമ്മൾ ഈ ആയുധ മേഖലയിൽ പലതരം പരീക്ഷണങ്ങളൊക്കെ നടത്തി പുതിയ മേഖലകളിലേക്ക് കടക്കാനും എനിക്ക് തോന്നുന്നത് നമ്മൾ അണ്വായുധ നിർമ്മാണ പ്രക്രിയയിൽ ഏർപ്പെട്ടതിന് ശേഷം നമ്മളും മറ്റ് രാഷ്ട്രങ്ങളും ലോകരാഷ്ട്രങ്ങളൊക്കെ ഏതാണ്ട് നമ്മളെ ഭയപ്പെടുന്ന തരത്തിലോ അല്ലെങ്കിൽ നമുക്കൊപ്പം നിൽക്കുന്ന തരത്തിലോ ആണ്. നമ്മളാരുമായിട്ട് ഒരു കാലത്തും യുദ്ധത്തിന് പോകുന്നില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഈ നമ്മുടെ രാജസ്ഥാൻ മരുഭൂമിയിൽ നമ്മൾ അണുബോംബ് അത് പൊട്ടിച്ച് പരീക്ഷ നടത്തി ലോകത്തെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. അതായത് അമേരിക്കയുടെ ചാരക്കണ്ണുകൾക്ക് പോലും അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഇല്ല, കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു അന്ന് അക്കാലത്ത് ഇത് അണ്ടർഗ്രൗണ്ട് സംവിധാനമായിരുന്നു മുഴുവനും. മാത്രമല്ല പാകിസ്ഥാൻ്റെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശമാണത്. അതാണ് മനസ്സിലാക്കേണ്ടത്. വളരെ കുറച്ച് അവരുടെ റഡാറുകൾക്കൊക്കെ കൃത്യമായിട്ട് പിടിക്കാൻ കഴിയുന്ന സമയമാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ അന്ന് രാത്രിയായി കഴിയുന്ന സമയത്ത് മാത്രമാണ് എല്ലാ മൂവ്മെൻറ്റ്സും നടത്തിക്കൊണ്ടിരുന്നത്. ഈ ശരിക്കും വലിയ ടണലുകളുണ്ടാക്കി ആ ടണലുകളിലാണ് ഈ പരീക്ഷണങ്ങൾ നടത്തുന്നത്. അപ്പോൾ ടണലുകളിലേക്ക് ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ആരും കാണാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് രാത്രിയിൽ ഇരുന്ന് നിർവഹിച്ചിരുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ രാത്രിയിൽ വളരെ രഹസ്യമായിട്ട് ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവുകയും നമ്മൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ്
അമേരിക്കയും അതുപോലെ തന്നെ പാകിസ്ഥാനും. അമേരിക്കയും പാകിസ്ഥാനും എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അമേരിക്ക സഹായിക്കുന്നുണ്ടെങ്കിൽ പോലും അന്ന് പല നമ്മുടെ ഘട്ടങ്ങളിലും ശത്രുപക്ഷത്ത് പാകിസ്ഥാൻ്റെ ഒപ്പമാണ് അമേരിക്ക എപ്പോഴും നിന്നിട്ടുള്ളത്. ആ സമയത്തൊക്കെ നമുക്ക് ശക്തി റഷ്യയായിരുന്നു. അപ്പോഴും ഇപ്പോഴും എന്നും ഏത് ഘട്ടത്തിലും ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് റഷ്യ. ആ റഷ്യയാണ് ഇപ്പോൾ നമുക്ക് വളരെ നമുക്ക് ആത്മവിശ്വാസം വരുന്നു, നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന രീതിയിൽ തട്ടിക്കോ എന്ന് പറയുന്ന ഒരു മെസ്സേജ് നൽകിയിരിക്കുന്നു. അത് 10-ാം തീയതി അതുകൊണ്ട് വേണമെങ്കിൽ നമുക്കത് പ്രതീക്ഷിക്കാം. അദ്ദേഹം പറയുന്ന ആ സംഭവം, പുടിൻ പറയുന്നത് അത് ഇതായിരിക്കും എന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാൻ നിൽക്കാം. ഈ വർഷം അവസാനത്തോടെ ഒരു വാർഷിക ഉച്ചകോടി ഇന്ത്യ നടക്കുന്നുണ്ട്. അതിലേക്ക് പുടിനെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ പുടിൻ പങ്കെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുടിനും മോദിയും കൂടെ കൈകോർക്കുന്നത് എന്തായാലും പാകിസ്ഥാനെ ഞെട്ടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം. തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും അത് സംഭവിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.